നമസ്കാരം മക്കളെ. അപ്പോൾ നമ്മളിവിടെ ഇതിനകത്ത് 9th ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലിയേ എന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനെ കുറിച്ചാണ് ഇതിനകത്ത് വിശദീകരിക്കുന്നത്. മലയാളത്തിൽ ഇതിന് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാ വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റായ എല്ലാ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2-ൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ പാഠത്തു നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പാഠത്തിൻ്റെ കുറച്ച് ഭാഗം പാർട്ട് 2-ലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ. വർഷങ്ങളോളം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ലേഖനം, ഈ ഒരു പാഠം ജബ് ഗാന്ധിജിക്ക് ഘടി ചോരി ചലിയേ, ഗാന്ധിജിയുടെ വാച്ച് കാണാതായ നേരത്ത്, അതാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. ലേഖാണ്. ലേഖ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ, അതായത് ഒരു ലേഖനമാണ്. എഴുതിയത് സ്വയം പ്രകാശ്. ഓക്കെ, സ്വയം പ്രകാശാണ് ലേഖക്. ലേഖാണ് ഇതിൻ്റെ പ്രോക്തി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പാഠത്തിൻ്റെ പേര് ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലിയേ. ഓക്കെ. ഇനി ഇതിനകത്ത് ഗാന്ധിജിയുടെ വാച്ചിനെക്കുറിച്ചും അതേപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭുവും നമ്മുടെ ഗാന്ധിജിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒക്കെയാണ് ഈ ഒരു ലേഖനത്തിൽ പരാമർശിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നതെന്ന്. ജബ് അംഗ്രേസോं के अंतिम वाइसरॉय लॉर्ड माउंटबैटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. അങ്ങനെ ഭാരതത്തിലെ അവസാനത്തെ വൈസ്രോയ്, ഓക്കെ, അവസാനത്തെ വൈസ്രോയായ ലോർഡ് മൗണ്ട് ബാറ്റൻ, അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തി അല്ലേ. അപ്പോൾ ഇന്ത്യയിലേക്ക് എത്തി. അദ്ദേഹം ഇന്ത്യയിലെത്തിയപാടും സോച്ചാക്കി, അതായത് അദ്ദേഹം ആലോചിച്ചെന്താ വെച്ചാൽ ഗാന്ധിജിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തണം. അല്ലെങ്കിൽ ഭാരതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പം ആദ്യം ഗാന്ധിജിയുമായി ഒന്ന് സംസാരിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരാളുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ तो परंपरानुसार उन्होंने गांधी जी को चाय पर बुलाया और गांधी जी ने यह आमंत्रण स्वीकार भी कर लिया. അല്ലേ, പരമ്പരാഗതമായി നമ്മൾ എന്താ ചെയ്യല്, ട്രഡീഷണലി നമ്മൾ എന്താ ചെയ്യല്, നമുക്കൊരാളോട് സംസാരിക്കണമെങ്കിൽ അല്ലേ നമ്മളൊന്ന് ഒരു കോഫി ഷോപ്പിലേക്കോ അങ്ങനെയൊക്കെ വിളിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു ചായക്ക് അല്ലേ, നമ്മൾ വീട്ടിലേക്ക് ഡിന്നറിന് വിളിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാം. അപ്പോൾ നമ്മുടെ ഗാന്ധിജിയെ ലോർഡ് മൗണ്ട് ബാറ്റൻ എന്തിനാണ് വിളിച്ചത്? ചായ് പർ ബുലായ അല്ലേ, വന്ന് നമുക്കൊരു ചായ കുടിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജിയെ അദ്ദേഹം ക്ഷണിക്കുകയാണ്. ഓർ ഗാന്ധിജീനെ ആമന്ത്രൺ സ്വീകാർ ബി കർ ലിയ. ഗാന്ധിജി ഒട്ടും മടി കൂടാതെ ആമന്ത്രൺ, ആ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ചു. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അതിന് ചുമ്മാ സ്വീകരിച്ചതല്ല, ഗാന്ധിജിക്ക് എന്തൊക്കെയോ നമ്മുടെ ലോർഡ് മൗണ്ട് ബാറ്റനോട് അറിയിക്കാനുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച്. अब वायसरॉय भवन में इस चाय पार्टी की भारी तैयारियां शुरू हो गई. അപ്പോൾ നമ്മുടെ വൈസ്രോയി ഭവനിൽ ഈ നമ്മുടെ ഗാന്ധിജിക്ക് ഒരു ടീ പാർട്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, ആ ടീ പാർട്ടിക്ക് വേണ്ടി വളരെ വലിയ അതിവിപുലമായ തയ്യാറെടുപ്പുകൾ, ഭാരി തയ്യാറിയാൻ ശുരുവാകി, ഭയങ്കരമായ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അപ്പോൾ ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ അതിൻ്റെ ജിമ്മേദാരി, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരാണ് ഇതൊക്കെ ആരുടെ നേതൃത്വത്തിലാണ് ഇത്രയും തയ്യാറെടുപ്പുകൾ നടത്തുന്നതെന്നൊക്കെ നമുക്കറിയണ്ടേ. നോക്കാം നമുക്ക്. ഇനിയിപ്പം ഗാന്ധിജിയുടെ മെനു അറിയണ്ടേ, എന്തൊക്കെയാണ് ഗാന്ധിജി കഴിക്കുന്ന അറിയണ്ടേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഗാന്ധിജി ചായ് പിയെങ്കെ യാ ദൂത്, ഗാന്ധിജി ചായ കുടിക്കുമോ അല്ല പാലാണോ കുടിക്കുന്നത്? വേ ശാക്കാഹാരി ഹേ യാ മാംസാഹാരി, ശാക്കാഹാരിയാണോ വെജിറ്റേറിയൻ ആണോ അഥവാ മാംസാഹാരി നോൺ വെജിറ്റേറിയൻ ആണോ അതും അറിയില്ല. ഓർ കുർസി മേസ് പർ ബൈഠ് കർ നാശ്ത കറേങ്കെ യാ ഫർഷ് പർ ബൈഠ് കർ, സാധാരണ നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ കുർസി മേസ് പർ, അതായത് ഡൈനിങ് ഹാളിലിരുന്ന് അങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണോ, അല്ല ഫർഷ് പർ ബൈഠ് കർ, ഫർഷ് പറഞ്ഞാൽ എന്താ, തറ, ഫ്ലോർ, നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. നാശ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അർത്ഥം. ഓർ ക്യാ രസോയ്യ എന്ന് പറഞ്ഞാൽ ഷെഫ്. രസോയ്യ കാ ബ്രാഹ്മൺ ഹോന ജറൂരി ഹെ യാ കൊയ് ഭി ചലേഗ, അതായത് രസോയ്യ എന്ന് പറഞ്ഞാൽ ഷെഫ്, കുക്ക്, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ ഇനി ബ്രാഹ്മണൻ തന്നെ വേണോ, അല്ല കൊയ് ഭി ചലേഗ, ഇനി ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും ഉണ്ടാകുമോ ഒന്നും അറിയില്ല. കാരണം ഗാന്ധിജി കാരണം ഒരു പ്രത്യേകമായ ജീവിതശൈലിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓർ ക്യാ ഓർ ഉസ് ദിൻ ഗാന്ധിജിക്ക് ഉപവാസത്തോ നഹി രേഖ, മിക്കവാറും ദിവസങ്ങൾ ഗാന്ധിജി വ്രതം എടുക്കുന്ന ആളാണ്. അപ്പോൾ ഇനി അന്ന് ഗാന്ധിജി ഉപവസിക്കുന്ന ദിവസമാണെങ്കിലോ ആയിരിക്കുമോ? ഒരുപാട് സംശയങ്ങളാണ്. ഓർ ഉൻകെ സാത്ത് കിത്തനെ ലോകായെങ്കിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര ആൾക്കാർ വരും? ഓർ വേ ക്യാ ഖായെങ്കിൽ, ഇനി അവർ നോൺ വെജോ എന്നൊക്കെ അറിയണ്ടേ, ഇനി അവരെന്താ കഴിക്കുക? ഗാന്ധിജിക്കോ നാഷ്തേമേ ക്യാ ഖാന പസന്ത്. നാഷ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഏതുതരം ഭക്ഷണമാണ് ഗാന്ധിജി കഴിക്കുന്നത്? ഉസെ പക്കാനേക്കയിൽ രസോയിയെ കഹാസെ ബുൾവായെ ജായെങ്കിൽ, ഇനി ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ എവിടുന്ന്, അതായത് രസോയ്യ ഷെഫിനെ എവിടുന്നാണ് കൊണ്ടുവരണ്ടേ?
और सामग्री कहाँ से मंगवाई जाएगी. അപ്പോൾ ഈ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ വേണം. അതെവിടെ നിന്ന് മങ്കുവാന ടു ഓർഡർ, അതെവിടെ നിന്ന് ഓർഡർ ചെയ്യും, അതെവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, ഏത് കടയിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്, ഇങ്ങനെ പല അതായത് വഗേരഹ് എന്നൊരു വാക്കുണ്ട് അവിടെ, എക്സെട്ര അങ്ങനെ മുതലായ ഒരുപാട് ഡൗട്ടുകൾ ഒരാളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതാരായിരിക്കും? ശ്രീമതി മൗണ്ട് ബാറ്റനെ ഇസ്കാ സാരാ ജിമ്മ ഖുദ് ലേ ലിയ. ജിമ്മ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഇതിൻ്റെ ഈ ഒരു ഗാന്ധിജിക്ക് ടീ പാർട്ടി കൊടുക്കുന്നതല്ല, നമ്മളെ ഗാന്ധിജിയെ ചായക്ക് വിളിച്ച ആ സമയം മുതൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് ആരായിരുന്നു? ശ്രീമതി മൗണ്ട് ബാറ്റൻ. ഓക്കെ. ഗർമിയൊക്കെ ദിൻതെ, ഭയങ്കര, അതായത് വേനൽക്കാലം, ഭയങ്കര ചൂട്. और जिस कमरे में गांधी जी को बिठाना था उसे 1 घंटा पहले से റൂം കൂളർ ചലാക്കർ പൂരി തര ठंडा कर लिया गया. അതായത് ഏത് റൂമിലാണോ ഗാന്ധിജിയെ ഇരുത്താൻ വേണ്ടി ഉണ്ടാവുമല്ലോ, ഒരു ഗസ്റ്റ് റൂം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഗാന്ധിജിയെ ഇരുത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയ ആ റൂമിൽ 1 घंटा പഹലെ, 1 മണിക്കൂർ മുന്നേ തന്നെ റൂം കൂളറൊക്കെ ഓണാക്കി ആ റൂം മുഴുവൻ നന്നായി ठंडा कर लिया, നന്നായി തണുപ്പിച്ചു. उस ज़माने में पूरे हिंदुस्तान में एक ही रूम कूलर था. ആ സമയത്ത് ഇന്ത്യ മുഴുവൻ എടുത്താലും അവിടെ ഒരേ ഒരു റൂം കൂളർ ഉണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു? നമ്മുടെ വൈസ്രോയി ഭവനിലായിരുന്നു. ഓക്കെ. മക്സദ് ഗാന്ധിജിക്ക് ആരാം ദേനാ ഹി ഥ. മക്സദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഗാന്ധിജി നല്ല കൂളായിരിക്കട്ടെ, നന്നായി അവിടെ നല്ല രീതിയിൽ അവിടെ ഇരുന്ന് സന്തോഷത്തോടെ സംസാരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാക്കുക, അത്രേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു. ലേക്കിൻ ബസ് യഹീസെ ഗഡ്ബഡ് ശുരു ഹോഗി. പക്ഷേ ഈ ഒരു തണുപ്പിക്കലുണ്ടല്ലോ, ആ റൂമിനെ തണുപ്പിച്ച ആ ഒരു പരിപാടി അതങ്ങ് ചീറ്റിപ്പോയി. അവിടുന്ന് മുതൽ എന്താണോ മൗണ്ട് ബാറ്റൻ പ്രഭു വിചാരിച്ചത് അതൊക്കെ ഗഡ്ബഡ് ഹോഗെ. ഗഡ്ബഡ് മനെ അലങ്കോലമായി, ഒക്കെ താറുമാറായി. നോക്കാം നമുക്ക് എന്താ അവിടെ സംഭവിച്ചതെന്ന്. गांधी जी अपनी धोती से अच्छी तरह बदन लपेट कर उस कमरे में अपनी कुर्सी पर सिमट कर बैठ गए और कुनमुनाने लगे. അതായത് ഗാന്ധിജി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഗാന്ധിജിയുടെ വസ്ത്രം നമുക്കറിയാവുന്നതല്ലേ, അതായത് ധോത്തിയും ഒരു മേൽമുണ്ടുമാണ്. അപ്പോൾ ധോത്തി അച്ചീത്തർ, ആ മേൽമുണ്ട് കൊണ്ട് നല്ല രീതിയിൽ ബദൻ ലപ്പേട്കർ, ബദൻ എന്ന് പറഞ്ഞാൽ ബോഡി, ശരീരം ഇങ്ങനെ പൊതിഞ്ഞ്, ലപ്പേട്ടനെ അങ്ങനെ ഒരു പുതപ്പ് പോലെ ആ മേൽമുണ്ട് കൊണ്ട് അദ്ദേഹം പുതപ്പ് പോലെ പുതച്ച് അപ്നി കുർസി പർ, അവിടെ നമ്മുടെ നേരത്തെ നല്ല അടിപൊളി കുർസിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുർസി പറഞ്ഞാൽ ചെയർ, ആ ചെയറിൽ നിന്ന് സിക്കുഡ് സിമട്ട്കർ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. സിക്കുഡ് സിമട്ട്കർ ബാഡ് ഗെയിം ഒരു കുൻമുനാനയിലേക്ക് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. കുൻമുനാന ഇങ്ങനെ എന്തൊക്കെയോ അതായത് ആ ഒരു സിറ്റുവേഷൻ, ആ റൂമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്തോ ഗാന്ധിജിക്ക് ഇഷ്ടമായില്ല. അത് പ്രകടിപ്പിക്കാനാണ് ഗാന്ധിജി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. तो लॉर्ड माउंटबैटन उनसे बड़ी बड़ी राजनीति की बातें कर रहे थे और गांधी जी बड़े अनमनेपन से हाँ हो किए जा रहे थे. അതായത് നമ്മുടെ ലോർഡ് മൗണ്ട് ബാറ്റൺ അദ്ദേഹം വലിയ രാജനീതി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മാറ്റേഴ്സ്, ഭയങ്കരമായ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോട്? ഗാന്ധിജിയോട്. ഗാന്ധിജിയാണെങ്കിലോ ബടെ അൻമനേപ്പൻസെ, ഇങ്ങനെ ഈ മനസ്സൊന്നുമില്ല, ഒരു ഉദാസമായ എന്തോ സങ്കടമുള്ള പോലെ, ഇഷ്ടമില്ലാത്ത പോലെ, അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് മൂളിക്കൊണ്ടിരിക്കുകയാണ്. और आखिर മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത്തേ. അവസാനം മൗണ്ട് ബാറ്റൻ ചോദിച്ചു, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗാന്ധിജി പോലെ ഈ കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയേ, മുझे സർദി ലഗ് രഹി ഹെ. അപ്പോൾ ഗാന്ധിജി അതിന് ഉത്തരം ഇങ്ങനെ പറഞ്ഞു, അതായത് ഒന്ന് ഈ കൂളർ ഓഫാക്കാമോ, കാരണം എനിക്ക് ഭയങ്കരമായ സർദി, തണുപ്പടിക്കുകയാണ് അല്ലേ, എനിക്ക് ഞാൻ വല്ലാതെ അങ്ങ് തണുക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് ഈ നമ്മുടെ കൂളർ ഒന്ന് ഓഫാക്കണം എന്ന് പറഞ്ഞു. ഇസ് തരഹ് അപ്നി ഷാൻ ദിഖാനെ കാ പെഹ്ലാ മൗക്ക വൈസ്രോയി സെ ഛിൻ ഗയ. അങ്ങനെ വൈസ്രോയി തൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ പ്രതാപം കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. പക്ഷേ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എന്തായി, ആദ്യത്തെ അവസരം അതങ്ങ് ഇല്ലാതാക്കി. ആര്? നമ്മുടെ ഗാന്ധിജി. ഓർ ഖേർ ബാത്തേ ഹോത്തി രഹി അല്ലേ, പക്ഷെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലേക്കിൻ ഗാന്ധിജീനെ കോയി ഖാസ് രുചി നെഹിയില്. പക്ഷേ ഗാന്ധിജി അതിലൊന്ന് ഖാസ് രുചി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, നെഹിലി ഒരു ഇൻട്രസ്റ്റും ഇല്ല ഗാന്ധിജിക്ക്. നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു എന്തൊക്കെയോ പറയുന്നു, ഇത് നമ്മുടെ ഗാന്ധിജി ഹോ എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് കേട്ടുകൊണ്ടേയിരിക്കുന്നു. लॉर्ड माउंटबैटन ने पूछा कि क्या बात है. गांधी बोले, मैं आ रहा था तो रास्ते में रेलगाड़ी में किसी ने मेरी घड़ी चुरा ली. वो बहुत पुरानी घड़ी थी.
और मुझे बहुत प्यारी थी. അതായത് ലോർഡ് മൗണ്ട് ബാറ്റൻ ഒന്നുകൂടി ചോദിച്ചു, എന്താ സംഭവം, എന്താ സംഭവിച്ചത്, ഇങ്ങനെ ഡസ്പ് ആവാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറയാണ്, മേ ആ രഹാ ഥാ, ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. തോ രാസ്തേ മേ റെയിൽ ഗാഡി മേ, ട്രെയിനിലായിരുന്നു വന്നത്. അപ്പോൾ വരുന്ന വഴിയിൽ ട്രെയിനിൽ വെച്ചിട്ട് കിസിനെ മേരി ഘടി ചുരാലി, എൻ്റെ വാച്ചാരോ കട്ടുകൊണ്ടുപോയി. വോ ബഹുത് പുരാനി ഘടി തീ, സംഭവം പഴയ വാച്ചാണ്. ഓർ മുझे ബഹുത് പ്യാരി തീ, പക്ഷെ എത്ര പഴയതായാലും അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള, ബഹുത് പ്യാരി, ഒരുപാട് ഇഷ്ടമുള്ള വാച്ചായിരുന്നു. അതാണ് ഈ സങ്കടത്തിന് കാരണം. ഓർ മേ ഉസെ യഹാ ഇസ് തരഹ് अपनी धोती में कमर से टांगे रखता था और जब चाहे निकाल कर टाइम देख लेता था. അതായത് ഞാനിവിടെ ഇവിടെ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കമർ എന്ന് പറഞ്ഞാൽ എന്താ, അരക്കെട്ട്, വേസ്റ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മുടെ അരക്കെട്ടിൽ ഇങ്ങനെ തൂക്കിയിടുമായിരുന്നു. ഓക്കെ, ടാങ്കിനെന്ന് പറഞ്ഞാൽ തൂക്കിയിടുക. അങ്ങനെ തൂക്കിയിട്ടെടുത്തത് ജബ് ചാഹെ, എപ്പോഴാണോ സമയം നോക്കാൻ തോന്നുന്നത് ആ സമയത്ത് അവിടെ നിന്ന് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ടൈം നോക്കുകയും ചെയ്യാം. മേ റോസ് സോനെ സെ പെഹലെ നിയം സെ ഉസ്മെ ചാബി ഭർത്താ താ. അതായത് ഉറങ്ങുന്നതിന് മുന്നേ, ഡെയിലി ഉറങ്ങുന്നതിന് മുന്നേ, റോസ് പറഞ്ഞ ഡെയിലി, സോനേസെ പെഹലെ ഉറങ്ങുന്നതിന് മുന്നേ, നിയം സെ എന്നാൽ പതിവായിട്ട് എന്ത് ചെയ്യുന്നു, ഉസ്മെ ചാബി ഭർത്താ താ. പണ്ടൊക്കെ ഉള്ള വാച്ചുകളിൽ കീ കൊടുക്കണം, വർക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് കീ കൊടുക്കണം. അങ്ങനെ കീ കൊടുക്കുന്നൊരു വാച്ചായിരുന്നത്. അങ്ങനെ ഡെയിലി ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ കീ കൊടുക്കുമായിരുന്നു. പത്താ നഹി കോൻ ഉടാലേകയാ, പക്ഷെ അറിയില്ല ആരാ അത് എടുത്ത് കൊണ്ടുപോയതെന്ന്. ഓർക്കോ, എന്തിനായിരുന്നു എൻ്റെ അതൊരു പഴയ വാച്ചാണ്, അത് കിട്ടിയിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു പഴയ വാച്ച് എടുത്തു കൊണ്ടുപോകേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജി ആകെ സങ്കടപ്പെട്ട്, ആ സങ്കടം ഇങ്ങനെ അദ്ദേഹം ഷെയർ ചെയ്യണേ ആരോട്, മൗണ്ട് ബാറ്റനോട്. ഓർ ഗാന്ധിജി അഫ്സോസ് മേ ഡൂബുകയെ, അങ്ങനെ ഗാന്ധിജി ഭയങ്കര സങ്കടം, അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഗാന്ധിജി ഭയങ്കര ഡെസ്പായിരിക്കുകയാണ്. അപ്പം ഗാന്ധിജിയുടെ മുഖത്ത് ആ ഘടി, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ വാച്ച് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ സങ്കടവും നമ്മുടെ ഗാന്ധിജിയുടെ മുഖത്തുണ്ട്. ഓർ വൈസ്രോയിനെ ഭി അഫ്സോസ് जाहिर किया, लेकिन उन्हें समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए ये आदमी वायसरॉय की दावत जैसे ज़िंदगी के सबसे शानदार मौके का मज़ा किरकिरा क्यों कर रहा है. അതായത് നമ്മുടെ വൈസ്രോയി അല്ലേ, ഒരാൾ നമ്മളോട് സങ്കടം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓ അതെയോ അല്ലേ, നമ്മൾ ആ സങ്കടത്തിൽ നമ്മളും പങ്കുകൊള്ളണം. അപ്പം എന്ത് ചെയ്തു, വൈസ്രോയിനെ ബി അഫ്സോസ് ജാഹിർ കിയ, അദ്ദേഹം തൻ്റെ ഖേദം പ്രകടിപ്പിച്ചു അങ്ങോട്ടേക്ക്. ഓക്കെ, ഓർ ലേക്കിൻ എന്നെ സമജ് മേ നഹി ആയാക്കി, പക്ഷെ വൈസ്രോയ്ക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏക് ചോട്ടി സി പുരാനി ഘടിക്കേരെ, ഈ പഴയ ഒരു ചെറിയ വാച്ചിന് വേണ്ടിയിട്ട് ഏ ആദ്മി വൈസ്രോയ്ക്ക് ദാവത്ത് ജേസെ, അതായത് നമ്മുടെ വൈസ്രോയുടെ വീട്ടിലേക്ക് ഒരാളെ ദാവത്ത് പറഞ്ഞാൽ ഫീസ്റ്റാണ്. ഫീസ്റ്റ് ഒരു സദ്യ അല്ലെങ്കിൽ ഒരു ട്രീറ്റിന് വിളിക്കാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല, അങ്ങനെ എല്ലാവരും ഒന്നും വിളിക്കില്ല. അങ്ങനെ വൈസ്രോയുടെ വീട്ടിൽ നടക്കുന്ന ഒരു ദാവത്തിന് വിളിച്ചിട്ട്, അതായത് ജിന്ദഗിക്ക് സബ്സേ ശാന്താർ മോക്കെ, ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു അവസരമാണ് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ വൈസ്രോയി ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത്. അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടും ജിന്ദഗിക്ക് സബ്സെ ശാന്താർ മോക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു. ഉസ്കാ മസാ കിർക്കിര ക്യോം കർ രഹാ ഹൈ, അതിൻ്റെ ആനന്ദം എന്തിന് മസാ കിർക്കിര കർ പറഞ്ഞാൽ അതിൻ്റെ അത് രസം കൊല്ലിയാക്കുക, അതായത് അതിൻ്റെ ആ സുഖം നഷ്ടപ്പെടുത്തുക. എന്തിനാണ് ഇങ്ങനെ നമ്മുടെ ഗാന്ധിജി ഈ ചെറിയൊരു വാച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി, ഈ ഒരു കുഞ്ഞു പഴയ വാച്ചിനെ ഓർത്തുകൊണ്ട് തനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരം, നല്ലൊരു ഫീസ്റ്റ് കഴിക്കാനുള്ള, ദാവത്ത് കഴിക്കാനുള്ള അവസരം അതും വൈസ്രോയി ഭവനിൽ കിട്ടിയിട്ടും അതെന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ ഒരു സുഖം ആസ്വദിക്കുന്നില്ല എന്നാണ് നമ്മുടെ വൈസ്രോയി ചിന്തിക്കുന്നത്. ഒരു ക്യായ്സെ ഏക് നെയ് ഘടി ദിലാതും, അപ്പോൾ നമ്മുടെ വൈസ്രോയി അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ആലോചിച്ചു, ക്യായ്സെ ഏക് നെയ് ഘടി ദിലാതും, ഒരു പുതിയ വാച്ച് വാങ്ങിച്ചു കൊടുത്താലോ. ലേക്കിൻ മാനേക തോടി, സമ്മതിക്കില്ല. കാരണം അദ്ദേഹത്തിന് വൈസ്രോയിക്ക് ഗാന്ധിജിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഗാന്ധിജിക്ക് പുതിയ സാധനങ്ങളോടൊന്നും അങ്ങനെ വലിയ ക്രേസുള്ള ആളല്ല. ഗാന്ധിജി വളരെ ലളിതമായ ജീവിതശൈലിയിൽ ജീവിക്കുന്ന ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പുതിയ വാച്ചിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. യഹി കഹേഗ കി മുझे अपनी वही पुरानी घड़ी चाहिए. അപ്പോൾ എന്താ ഗാന്ധിജി ഒരു പുതിയ വാച്ച് ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുത്താൽ തന്നെ എന്തായിരിക്കും ഗാന്ധിജിയുടെ ആൻസർ, അല്ലെങ്കിൽ എന്തായിരിക്കും ഗാന്ധിജി അതിന് മറുപടി പറയുക? മുझे अपनी वही पुरानी घड़ी चाहिए, എനിക്ക് എൻ്റെ പഴയ വാച്ച് മതി, അങ്ങനെ ഗാന്ധിജി പറയും. അതൊക്കെ ആർക്കറിയാം? വൈസ്രോയിക്ക് ഗാന്ധിജിയെക്കുറിച്ച് അറിയാം. खैर जब नाश्ते की बारी आई तो गांधी भोलेपन से बोले, आप लोग लीजिए, मैं तो अपना नाश्ता साथ लाया हूँ.
പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി. ജബ് നാശ്തയ്ക്ക് ഭാര്യയായി, ആ ടൈമിൽ നമ്മുടെ ഗാന്ധിജി ഭോലേപ്പൻ സെ ബോലെ, വളരെ നിഷ്കളങ്കമായ രീതി, വളരെ ഇന്നസെൻ്റായിട്ട് ഗാന്ധിജി പറയണേ, എന്താ പറഞ്ഞേ, ആപ് ലോഗ് ലീജിയെ, നിങ്ങൾ കഴിച്ചാലും അല്ലേ, ആപ് ലോഗ് ലീജിയെ, മേത്തോ അപ്നാ നാശ്ത സാത്ത് ലായാ ഹും, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് തന്നെ വന്നത്. सोचो कितने लोगों में इतनी हिम्मत होगी कि राजा नाश्ते पर बुलाए और वे कह दे आप लीजिए मैं तो अपना नाश्ता साथ लाया हूँ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം ഇത്രയും ഹിമ്മത്ത്, ധൈര്യം മറ്റൊരാൾക്കുണ്ടാകുമോ? അതായത് രാജാവ് എന്ന് ഉദ്ദേശിച്ച് ഇവിടെ വൈസ്രോയി, രാജാവിൻ്റെ അതേ ഒരു സ്ഥാനം തന്നെയാണ് ഇവിടെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് അവിടുത്തെ വൈസ്രോയി നമ്മളെ ഫീസ്റ്റിന് വിളിക്കുന്നു, അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? നോക്കിയേ, അത്രയും ധൈര്യം ഇന്ത്യയിൽ ആർക്കാണുള്ളത് എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. तभी गांधी जी के साथ गई उनकी सहयोगी ने खादी के एक पुराने से थैले में से एक छोटा सा डिब्बा और एक चम्मच निकालकर गांधी जी के सामने रख दिया. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഗാന്ധിജിയുടെ കൂടെ വന്ന അനുയായികളുണ്ടല്ലോ, സഹയോഗി എന്ന അനുയായി, കൂടെ വന്ന ആൾക്കാരിൽ ഒരാൾ ഖാദിക്ക് എക്ക് പുരാനേ ധൈലേസ്, ഖാദി കൊണ്ടുണ്ടാക്കിയ ഒരു പഴയ ധൈലാന സഞ്ചി, ഒരു പഴയ സഞ്ചിയിൽ നിന്ന് എക് ഡിബ്ബ, എക് ചൊട്ടാസ ഡിബ്ബ, ഒരു ചെറിയൊരു പാത്രം പുറത്തേക്ക് എടുത്തു. ഒരു ചമ്മച്ച് നിക്കാൽക്കർ ഗാന്ധിജിക്ക് സാമനെ രഖ് ദിയ, എന്നിട്ടൊരു സ്പൂണും കൂടി ഗാന്ധിജിക്ക് കൊടുത്തു. डिब्बे में बकरी के दूध से बना दही था और चम्मच हालांकि टूटा हुआ था, लेकिन इसके टूटे हत्थे पर लकड़ी की खपची धागे से बांध दी गई थी. അതായത് ആ ഡിബ്ബയിൽ എന്താ ഉണ്ടായിരുന്നത്? ബക്രീക്ക് ദൂത് സേ ബന ദഹീത, അതായത് നമ്മുടെ ആട്ടിൻ്റെ പാലിൽ നിന്നുണ്ടാക്കിയ തൈര്. ദഹി പറഞ്ഞാൽ തൈരായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു? ചമ്മച്ച്, അത് ഈ ചമ്മച്ച് പറഞ്ഞാൽ സ്പൂണാണ്, സ്പൂണും കൊണ്ട് കോരി കുടിക്കാമല്ലോ. അപ്പോൾ ആ ചമ്മച്ചോ ഹാലാങ്കി ടൂട്ടാ ഹുവാത, പൊട്ടിപ്പോയതായിരുന്നു. പക്ഷേ ലേക്കിൻ ഉസ്കെ ടൂട്ടേ ഹത്തേപ്പർ, പക്ഷേ അതിൻ്റെ ആ പൊട്ടിയ ഭാഗത്ത്, ആ ഹത്ത എന്ന് പറഞ്ഞാൽ കൈപ്പിടി, അതിൻ്റെ ആ സ്പൂണിൻ്റെ കൈപ്പിടി ഉണ്ടാവുമല്ലോ, ആ ഭാഗം ലക്കടിക്ക് ഖപ്പച്ചി എന്ന ചെറിയൊരു മരത്തിൻ്റെ കമ്പ് കൊണ്ട് ഈ പൊട്ടിയ ഭാഗം, സ്പൂണിൻ്റെ പൊട്ടിയ ഭാഗത്ത് അവിടെ വെച്ചിട്ട് ധാഗേസെ ബാന്ധ് ദീ ഗയി, അതായത് ആ മരപ്പിടി അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ചെറിയ കമ്പ് വെച്ചിട്ട് ആ സ്പൂണ് ഒരു നൂലുകൊണ്ട് കെട്ടി വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ പുതിയ സ്പൂൺ അതിന് പകരം വാങ്ങിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല. वाइसरॉय लॉर्ड माउंट बैटन और उनकी पत्नी गांधी जी को देखते रह गए. ഇത്രയും സൗകര്യങ്ങളും ഇത്രയും തയ്യാറെടുപ്പുകളും ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു നാശ്തയ്ക്ക് വേണ്ടി നടത്തിയിട്ട് അതിൽ ഒരെണ്ണം കൂടി രുചിച്ച് നോക്കാതെ ഗാന്ധിജി തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്താ പറയുക, ബക്രിയുടെ ആട്ടും പാലും കൊണ്ടുണ്ടാക്കിയ തൈരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവം മൗണ്ട് ബാറ്റൻ പ്രഭുവും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി വല്ലാത്ത അവസ്ഥയായിരിക്കുമല്ലോ അല്ലേ? അതിങ്ങനെ നോക്കി നിന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും.